എന്താ പറഞ്ഞത് മോള് കേട്ടില്ലേ? പറ മോളെ. വാ തുറന്ന് എന്തെങ്കിലും പറ നിധി. വസുന്ധരന്റി പറഞ്ഞത് എന്താണെന്ന വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ. സമയം കളയാതെ പോയി പാചകം തുടങ്ങ്. നിധിക്ക് ഓർഡർ ഇടുന്ന പരിപാടിയൊക്കെ നീ അങ്ങ് നിർത്തിക്കണം, കേട്ടല്ലോ? എന്തിനാ ചന്ദ്രബോസ് ഇനി ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് അഭിമാനം എന്നൊരു സാധനം ലെവൽ ലേശം ഇല്ലാന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞാൽ പോലും പോവില്ലേ താൻ? ഒന്ന് ഇറങ്ങി പോടോ. ഇവര് ഭക്ഷണം കഴിച്ചിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ആ, അതിന് ഭക്ഷണം ഉണ്ടാക്കിയാലല്ലേ കഴിക്കൂ. പ്രത്യേകിച്ചും നിധിയുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ള വാശിയാണല്ലോ. അത് നടക്കാനേ പോകുന്നില്ല. നടക്കാനേ പോകുന്നില്ലെന്നോ? നീ പറഞ്ഞാ പോരെ ഗൗതം, അത് നിന്റെ ഭാര്യ പറയട്ടെ. നിധി അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതല്ലേ? നേരത്തെ പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ. നിധിയുടെ ഇപ്പോഴത്തെ തീരുമാനം എന്താണെന്ന് നീ ചോദിക്ക്. ആ നിധി, നല്ല വൃത്തിയായിട്ട് ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുക്ക്. ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമില്ലെന്ന്. എഴുന്നേറ്റ് പോട്ടെ എന്ന് നാണം കിട്ടവര്. പറയ് നിധി അങ്ങോട്ട്. ഇവർക്കുള്ള ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. എന്താ നിധി, നീ എന്തൊക്കെയാ പറയുന്നേ? ഇവർക്ക് കഴിക്കാനുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം ഗൗതം. എന്താ മോളെ ഇപ്പൊ ഇങ്ങനെ മാറ്റി പറയാൻ എന്താ ഉണ്ടായത്? നിധി യാഥാർത്ഥ്യബോധത്തോടെ സംസാരിക്കുന്നത് ഇപ്പോഴാണെന്ന് കരുതിയാൽ മതി. ഒന്നുമില്ലേലും പണം ചെലവാക്കി നിധിയെ പഠിപ്പിച്ച് ഈ പരുവം വരെ എത്തിച്ചത് ഞാനല്ലേ. അതിന്റെ നന്ദി കാണാതിരിക്കോ? നിധി, സത്യം പറ, ഇവിടുന്ന് മാറി നിന്ന് നിങ്ങൾ എന്താ സംസാരിച്ചത്? ഒന്നുമില്ല ഗൗതം. ഒന്നുമില്ലാതെ പിന്നെ വെറുതെ കാണാനാണോ അമ്മ പാറുവിനെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോയത്? നീ എന്തിനാ പുറകെ പോയത്? അത് എന്റെ ഈ തീരുമാനം അവിടെ വെച്ച് സംസാരിച്ചതിന്റെ പേരിലല്ല ഗൗതം. എത്ര പറഞ്ഞാലും ഇവരിവിടെ നിന്ന് പോവില്ല. ഇവരുടെ ഉദ്ദേശം തന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാ. അതിന് നമ്മളായിട്ടൊരു കാരണം ആവണ്ടെന്ന് കരുതി, അത്രേ ഉള്ളൂ. അല്ല, ഈ പറഞ്ഞത് കള്ളമാണ്. എനിക്കെന്തോ സംശയമുണ്ട്. പാറു, എന്താ ഉണ്ടായെന്ന് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. പറ പാറു. പാറുവിനെ മാറ്റി നിർത്തി അമ്മ എന്താ പറഞ്ഞത്? എന്തിനാ ഗൗതം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയുന്നത്? നിധി കുക്കിംഗ് ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ. നിന്റെ സംശയങ്ങളൊക്കെ പിന്നെ തീർക്കാം. ഇപ്പൊ നിധി പോയി അവളുടെ ജോലി തുടങ്ങട്ടെ.